ഹലോ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഒടിയൻ ഫിലിമെല്ലാം ഷൂട്ടിംഗ് ചെയ്ത കമ്പാലത്തറ എന്ന സ്ഥലമായിരുന്നു. നിറയെ തെങ്ങുകളും പനകളും എല്ലാം നിറഞ്ഞ നല്ല അതിമനോഹരമായ സ്ഥലമായിരുന്നു അവിടെ. ഇതൊരു പക്ക നാട്ടുമ്പുറാണ്. ഇവിടെയുള്ള മിക്കവാറും വീടുകളിൽ കാലിത്തൊഴുത്തുണ്ട്. വീടിനോട് ചേർന്നുള്ള കാലിത്തൊഴുത്ത്, അതുപോലെ ആട്, കോഴി, നായ എന്നിങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളും ഉണ്ട്. ഈ വഴിയിലെല്ലാം നിറയെ ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം കാണാം. ഇവിടെ കാണുന്ന അമ്പലങ്ങളെല്ലാം തന്നെ നല്ല കളർഫുള്ളായിട്ട് പെയിൻറ്റിങ് എല്ലാം ചെയ്തതാണ്. ഇവിടെയുള്ള റെയിൽ ക്രോസ് പോലും വളരെയധികം കളർഫുള്ളായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീങ്കര ഡാമിൻ്റെ വ്യൂ പോയിന്റ്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ മനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രദേശത്തായിട്ട് നിറയെ കരിമ്പനകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയ വിസ്തൃതിയിൽ പച്ചക്കറി കൃഷികളും കാണാം. ഇവിടെ ചുവന്ന മണ്ണാണ്. തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ തമിഴ്നാട് കാണുന്ന അതേപോലുള്ള കൃഷിരീതികളാണ് ഇവിടെയും കാണുന്നത്. ഇത് മീങ്കര ഡാമിൻ്റെ സമീപ പ്രദേശമാണ്. ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നമുക്ക് നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഇടതുവശത്തേക്കുള്ള വ്യൂ പോയിന്റിലേക്ക് എത്താം. ഇതാണ് മീൻകര ഡാം. കമ്പാലത്തറ ഏരിയയോട് 2 കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. ദൂരെ കാണുന്നത് മീൻപിടുത്തക്കാരാണ്. വൈകുന്നേരത്തെ ഇടവേളയിൽ കുട്ടകളിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയവരാണ് ഇവർ. അതുമാത്രമല്ല, ഇവിടെ മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ ചെടികൾ നമുക്ക് കാണാം. ഈ ചെടികൾ ഈ തീരത്തെ വളരെ മനോഹരമാക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ അവർ ദൂരെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. ഇനിയും വരണമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ വരുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇവിടെ വന്ന് മദ്യപിക്കുന്നൊരു കൂട്ടരുണ്ട്. അവരെല്ലാം മദ്യപിച്ച ശേഷം കുപ്പി ഇവിടെ പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിറയെ കുപ്പിച്ചില്ലുകളുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്കിവിടെ നിന്നും മീങ്കര ഡാമിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകാം. പോകുന്ന വഴിയിൽ ഇതുപോലെ മരങ്ങൾക്കിടയിലൂടെ പുഴയൊഴുകുന്നത് കാണാം. നീണ്ടു കിടക്കുന്ന വഴികളാണിവിടെ. ഈ ഭാഗത്തൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഡാമിൽ നിന്നും എടുത്ത മണൽ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് കാണാം. ഇതെല്ലാം പാസ് മുഖേന പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ഇത് മീങ്കര ഡാമിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെ വലിയൊരു ആൽമരം കാണാം. അവിടെ നിന്നും വേരുകളെല്ലാം ഇറങ്ങി കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിവിടെ നിന്നും ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയുന്ന നല്ലൊരു വ്യൂ പോയിൻ്റാണ്.
ഒരുപാട് പേർ ഒഴിവുവേളകൾ ആഘോഷിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ പേർ അമ്പലത്തിക്കായിട്ടും വരുന്നുണ്ട്. ഈ ആൽമരത്തോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിനോട് ചേർന്ന് ഒരു ഹാളുണ്ട്. ഇവിടെയുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത് ആ ഹാളിൽ വെച്ചിട്ടാണ്. ഡാമിൻ്റെ തീരത്തായിട്ട് ആൾക്കാർ അലക്കാനും കുളിക്കാനും എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ ആഘോഷവേളയാക്കാനായിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ് ഈ കുട്ടികൾ. നല്ല ബലമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട മീൻപിടുത്തക്കാർ ഇതുപോലുള്ള കുട്ടകളിലാണ് അവർ മീൻ പിടിക്കാനായി പോയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. അതിന് തെളിവായിട്ട് അവരുടെ ഡ്രസ്സുകളും ചെരുപ്പുകളെല്ലാം നമുക്കിവിടെ കാണാം. ഓരോ കുട്ടകളിലും ഇതുപോലെ നീളത്തിൽ ചങ്ങലകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നിറയെ അരളിപ്പൂക്കൾ താഴെ വീണ് കിടപ്പുണ്ട്. യജമാനൊപ്പം ആഘോഷിക്കാനെത്തിയൊരു വളർത്തുനായെ നമുക്കിവിടെ കാണാം. സോന് ഇവിടെ കിട്ടിയ ചാൻസിൽ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ? ഒരു കാറ്റ് വീശുണ്ട് നോക്കിട്ട്. താഴെ മഴ പെയ്യും, മഞ്ഞ് പെയ്യും. അതല്ല ഫുള്ള് തരത്ത് തകർത്തി തലകിലാക്കി. അങ്ങനെ ഞങ്ങൾ മീങ്കര ഡാമിൻ്റെ സമീപ പ്രദേശങ്ങളും അവയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഒരുപാട് നേരം ഇവിടെ ചെലവഴിച്ചു. നമുക്കിനി വേറെയും സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്ക് യാത്ര തുടരാം.
ഇടതുവശത്തേക്കുള്ള വഴി പൊൻകതിർ പുട്ടുപൊടിയുടെ ഫാക്ടറിയിലേക്കാണ്. ഇവിടെയാണ് മണ്ണിന് പാസ് ലഭിക്കുന്ന സ്ഥലം. ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഈ എൻട്രൻസിൽ നമ്പറെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് വിഷയമൊന്നുമില്ല, ഞാൻ പോട്ടെ, കണ്ടപ്പോൾ നിർത്തിയെന്ന് മാത്രം. ഇനി നമുക്ക് പോകാനുള്ളത് കന്നിമാരിക്കുടം, കന്നിമാരി തേക്ക് എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇത് ഒരു അമ്പലമാണ്. ഇവിടെ പ്രതിഷ്ഠയും പൂജയും എല്ലാം ഉണ്ട്. ഇവിടെ തേക്കും വേപ്പും ഒരുമിച്ച് പിണർന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പകലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വ്യക്തമായിട്ട് കാഴ്ചകളെല്ലാം കാണാമായിരുന്നു. എങ്കിലും രാത്രിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലത്തിലേക്കാണ്. അപസ്മാരത്തിനും ഫിറ്റ്സിനുമെല്ലാം കൂട് കെട്ടിക്കൊടുക്കുന്ന ഒരു അമ്പലമാണിത്. വേമ്പ്ര അപസ്മാർ അമ്മൻ ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. സാധാരണയായിട്ട് ഭക്തർ അരിയും കോഴിയും കൊണ്ടുവന്നിട്ട് ഇവിടെ നൈവേദ്യമാക്കുമായിരുന്നു. ഇഷ്ടമുള്ള ദിവസങ്ങളിലെല്ലാം വന്ന് ഈ ആചാരം അനുഷ്ഠിക്കാമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇത് വർഷത്തിൽ ഒരു ദിവസം എന്നാക്കി മാറ്റി. ഇവിടെ എത്തുന്ന ഭക്തരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അപസ്മാരം പോലുള്ള രോഗങ്ങൾക്ക് ഇവിടെ വെള്ളിയുടെയും ഇരുമ്പിന്റെയും എല്ലാം കൂട് കെട്ടി കൊടുക്കുന്നു. ചരടിൽ മന്ത്രമോദി കൊടുക്കുന്ന ആചാരങ്ങളും ഇവിടെയുണ്ട്. ഇത് വേമ്പ്ര അപസ്മാർ അമ്മൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ നോട്ടീസാണ്. കർപ്പൂര ആരാധിയെല്ലാം തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് ഭസ്മവും പൂവുമാണ് തരിക. അതിനുശേഷം പൂജാരി നമ്മുടെ മേൽ തീർത്ഥം തളിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടത് പാലക്കാടിൻ്റെ അതിമനോഹരമായ വ്യൂ പോയിന്റ്സ് ആണ്. ഇതുപോലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഗുണപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.